നീ പറഞ്ഞ മറ്റേ കോടിലിംഗ ക്ഷേത്രം ആടാ നമ്മളെ ഒരു വർഷത്തിന് മുന്നേ ഒരു ശിവരാത്രിക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിന്റെ. അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പക്ഷെ എല്ലാ മാസം വരികയൊക്കെ ചെയ്യും. അപ്പൊ കുറെ ആൾക്കാര് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ പറയാറുണ്ട് അവർക്ക് ഇവിടെ വരാൻ ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ അമ്പലത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോന്നേ. അപ്പൊ ഈ അമ്പലം വരുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ സുർലിയിലാണ്. കമ്പത്തൂന്ന് ഏകദേശം 8 കിലോമീറ്റർ സുർലിയിലാണ് ഇതുള്ളത്. കോടിലിംഗ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ബാക്കി വിശേഷം അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാവേ. ഇത്ര ശിവലിംഗങ്ങളുള്ള കോടിലിംഗ ക്ഷേത്രം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല ശിവലിംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് കോടിലിംഗ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് ഈ അമ്പലത്തിന്. അതുപോലെ തന്നെ ഉണ്ടല്ലോടാ ഇതൊക്കെ ഇവിടെ അതായത് ആഗ്രഹം സാധിച്ചാൽ, ഇപ്പൊ ഞാനൊരു ആഗ്രഹം പറഞ്ഞ് അത് സാധിച്ചാൽ സമർപ്പിക്കുന്നതാണ് ഈ കുഞ്ഞു കുഞ്ഞു ശിവലിംഗങ്ങള്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ശിവലിംഗത്തിന് മാത്രമല്ല വേറെ കുറെ പ്രതിഷ്ഠയുണ്ട്. നമ്മൾ അന്ന് വന്നതിനെക്കാട്ടി വലിയ ശിവലിംഗമില്ലേ? അതാണ് ഇതുകൊണ്ട് അവിടെ, അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പനും ഉണ്ട് മുന്നേ തന്നെ. നമുക്ക് അകത്തോട്ട് പോവേ. കുറച്ച് കുറെ കുഞ്ഞു കുഞ്ഞു ശിവലിംഗങ്ങൾ ഇതുണ്ടല്ലോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ ഉണ്ടല്ലോ 1008 ശിവലിംഗങ്ങൾ ചേർത്ത് ഒറ്റ ശിവലിംഗമാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. അത് മാത്രമല്ല വേറെ കുറച്ച് കാഴ്ചകളുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ ശിവനെ മാത്രമല്ല ആരാധിക്കുന്നത്, നമുക്ക് പേരറിയാത്ത കുറെ സ്വാമിമാര്, മുനിമാര്, അങ്ങനെ എന്തോ പറയത്തില്ലേ, എല്ലാം ഉണ്ട്. ദേവി എല്ലാരും ഉണ്ട്. നീ പറഞ്ഞ ഏറ്റവും വലിയ ശിവലിംഗം അതാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണ്. ഈ ശിവലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്നാന്ന് വെച്ചാണ്ടല്ലോ ഈ ശിവലിംഗത്തിനകത്ത് 3 അറയായിട്ടാ. ഈ 3 അറയിലും ഓരോരോ ദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. ഉണ്ടല്ലോ നമുക്ക് അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല, എടുപ്പില്ല. പക്ഷെ അത് അകം കയറി കാണേണ്ടിയാണ്. അകം കയറ്റി കാണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇവിടുത്തെ പൂജ കഴിഞ്ഞിട്ട്, മെയിൻ പൂജ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. നന്ദി വിഗ്രഹം ഉണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമാണ് നന്ദി വിഗ്രഹം. ശിവലിംഗത്തിനോട് തന്നെ മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. നമ്മള് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിലുണ്ട്, പക്ഷെ ഏറ്റവും വലുത് ഇവിടെ അല്ല. ഇത്രയും ശിവലിംഗങ്ങൾ ഇവിടെ കേരളത്തിൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ വരുന്നവര് ഈ അമ്പലത്തിൽ ഒന്ന് കേറിട്ട് പോണം. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ സത്യമുള്ള ഒരു അമ്പലം കൂടെ. എടാ പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു ഭാഗ്യമുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതാണ്. ഈ നന്ദി വിഗ്രഹവും ഈ ശിവലിംഗവും പണി തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ്. ആദ്യം നമ്മളാണ് കയറി കണ്ടതും കേട്ടോ. അടിപൊളി. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്.